ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത്? അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 8712321346 വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലോക്കുകളൊക്കെ മാറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണം, ഒരു ഓഫറുമായിട്ട് വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. വളരെ സ്ലോ ആക്ഷനാണ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ ബ്ലോക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട്. കോളും മെസ്സേജ് വരാനുള്ള ചാൻസസ് ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 8 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 8 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? അവർക്ക് ഇപ്പോൾ കുറച്ച് കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ശാപം കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടാണ് എന്നവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റീയൂണിയന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. 7 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ ചിന്തകളിലേക്കാണ്. അവരെത്ര ശ്രമിച്ചിട്ടും അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ഓർമ്മകളിലേക്ക് അവരുടെ മനസ്സിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കേണ്ട, ശരിയാവത്തില്ല, ഇനി അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയും വേണ്ട എന്നൊക്കെ വിചാരിച്ച് നിങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരിക്കും. എന്നിട്ടും നിങ്ങളെ കുറിച്ച് മാത്രമാണ് സോൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ പിറകെ വരാനാണ് അവരുടെ മനസ്സ് ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നത്. അവരുടെ ശരീരം കൊണ്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവരുടെ മനസ്സ് എപ്പോഴും നിങ്ങളുടെ പിറകെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹവും കെയറിങ്ങും ഒക്കെ കാരണം അവർക്ക് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ സാധിക്കുന്നില്ല. അത്രത്തോളം നിങ്ങൾ അവരെ സ്നേഹിച്ചതായിട്ടാണ് കാണുന്നത്. ഒരമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ അവർ ഒരുപാട് ഡിപ്രഷൻ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് സ്നേഹവും കെയറിങ്ങും തന്ന വ്യക്തിയായിരുന്ന നിങ്ങളെ ഒരു തകർച്ചയിലേക്ക്, ഒരു വിഷമത്തിൻ്റെ ആഴക്കടലിലേക്ക് തള്ളിയിട്ടു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ 2 സിറ്റുവേഷനിൽ ജഗ്ലിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ലൈഫിൽ മറ്റൊരു സിറ്റുവേഷൻ കൂടി ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 2 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി, അവർക്ക് ഒരു ഓഫർ വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഓഫർ ആയിരിക്കാം. സ്റ്റക്കാണ്. അവർക്കൊരിക്കലും മറ്റൊരു ഓഫറിനെ സ്വീകരിക്കുവാനോ അതിൽ എസ് പറയുവാനോ അതുമായി മുന്നോട്ട് പോകുവാനോ അവർക്ക് സാധിക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ ചിന്തകളിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ മനസ്സുമായിട്ട് അവർ പൊരുതിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. 7 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയാണ്. അവരവരുടെ പ്രണയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവരുടെ പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓഫർ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അവർക്ക് ഓഫർ വന്നിട്ടുണ്ട്. അവർക്ക് ചില റിലേഷൻഷിപ്പ്, ചില വ്യക്തികൾ അവർക്ക് ഓഫർ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ സ്റ്റക്കാണ്. അവർക്ക് നിങ്ങളിലേക്ക് കടന്നു വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ തരണം, നിങ്ങളുമായിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് അതിന് അവർ വെയിറ്റിങ്ങിലാണ്. ഓക്കെ, ഇവിടെ 6 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഒരു വിജയത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു കണക്ഷനിലേക്ക് കടന്നു വരണം. പക്ഷേ ഇവിടെ നല്ലൊരു ചീറ്റിംഗ് സംഭവിച്ചിരിക്കുന്നു. ആ ചീറ്റിംഗ് കാരണം അവർക്ക് ആഗ്രഹങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുവാനാണ് സാധിക്കുന്നത്. കാരണം അവർ ഹാങ്ഡായി നിൽക്കുകയാണ്. കാരണം ഇവിടെ ചീറ്റിംഗ് സംഭവിച്ചിരിക്കുന്നു. ഓക്കെ, നമുക്ക് മെസ്സേജ് കൂടി നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഈ ഒരു സമയം എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ്, ഇതാണ് സെക്കൻഡ്. ഓക്കെ, സെലക്ട് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളാണ് അവരുടെ സന്തോഷം എന്ന് അവർ വിളിച്ചു പറയുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സ്നേഹമാണ്. ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെ ഒരിക്കലും മാറ്റി വയ്ക്കുവാൻ സാധിക്കില്ല. അവർ നിങ്ങളെ പ്രണയിക്കുന്നു എന്ന് അവർ വിളിച്ചു പറയുന്നു. ഓക്കെ, അതാണ് അവർ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് അവർ വിളിച്ചു പറയുന്നുണ്ട്. ഓക്കെ,
രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ സ്ട്രെങ്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കാരണം ഇവിടെ നല്ല രീതിയിലൊരു ചീറ്റിംഗ് എനർജി ഉള്ള ഒരു കാർഡായിട്ടാണ് കാണുന്നത്. നിങ്ങളെ നല്ല രീതിയിൽ പെയിൻ സിറ്റുവേഷനിലേക്ക് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ചീറ്റിംഗ് സംഭവിച്ചിരിക്കുന്നു. ഈ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവണ്ണം ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ വളരെ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർക്ക് ഇപ്പോൾ ഒട്ടും തന്നെ സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത് പക്ഷെ നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാരണത്താൽ നിങ്ങളെ അവർ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുണ്ടായിരിക്കുന്ന വിശ്വാസത്തെ നശിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം ചെയ്തത് വലിയ തെറ്റായി പോയെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. എങ്കിലും അവർ ആ തെറ്റ് ചെയ്തു പോയി. ചില കാർമിക് സിറ്റുവേഷനിലേക്ക് പെട്ടുപോയിരിക്കുന്നു. ഇപ്പം നിങ്ങളെ ഫേസ് ചെയ്യുവാൻ വയ്യാത്തൊരവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നതെന്ന് നിങ്ങളെ കാണാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ തെറ്റുകളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് അതിനുള്ള സ്ട്രെങ്ത് ഇല്ല. നിങ്ങളെ വന്ന് ഫേസ് ചെയ്യുന്നതിനുള്ള സ്ട്രെങ്ത് ഇല്ലാത്തൊരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം റീയൂണിയനുള്ള സാധ്യത എത്ര പേർക്കുണ്ടെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ റിലേഷൻഷിപ്പ് പണ്ടത്തെ പോലെ തന്നെ സ്നേഹത്തോടു കൂടി ഒന്നായി പോകുമോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് സെലക്ട് ചെയ്യുന്ന കാർഡുമായി ബന്ധപ്പെട്ട് റിലേഷൻഷിപ്പ് സക്സസ് ആയി മുന്നോട്ട് പോകുമോ? ഓക്കെ, ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. സന്തോഷത്തോടു കൂടി പോകുമോ? ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് തീർച്ചയായിട്ടും ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. സ്നേഹത്തെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത് തീർച്ചയായിട്ടും രണ്ടുപേർക്കും ഒരു റീയൂണിയനുള്ള സാധ്യതയുണ്ട്. 6 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഒരിക്കലും വിട്ടും മറ്റൊന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. കാരണം നിങ്ങൾ ഒരു സോൾമേറ്റ് ജേണിയിലൂടെയാണ് നിങ്ങളൊരു ജേണിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടു പോകുവാനൊന്നും അവർക്ക് സാധിക്കത്തില്ല. രണ്ട് കാർഡും നല്ല സ്നേഹത്തിൻ്റെ കാർഡായിട്ട് തന്നെയാണ്, റീയൂണിയൻ്റെ കാർഡായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ഓണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.